വയനാട് കേണിച്ചിറയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കേണിച്ചിറ സ്വദേശി നിഷയാണ് കൊല്ലപ്പെട്ടത്. വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഭർത്താവ് ജിൻസൺ ആശുപത്രിയിലാണ്. വിവരങ്ങളുമായി ജോഷില ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ജോഷില, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അജിംഷാദ്, ഇന്ന് രാവിലെയോടുകൂടിയാണ് അമ്മ മരിച്ചു കിടക്കുന്നതും അച്ഛൻ മറ്റൊരു വീടിന് പുറത്ത് അവശ നിലയിൽ അച്ഛനെ കാണപ്പെടുകയും ചെയ്തത്. കേണിച്ചിറ കേളമംഗലത്ത് ആണ് സംഭവം. കേളമംഗലം മാഞ്ചിറ ലിഷ 35 വയസ്സാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജിൽസൺ 42 വയസ്സാണ്. ഇവര് നിഷയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായാണ് നിഗമനം. തുടർന്ന് ഇയാൾ വിഷം കഴിച്ച ശേഷം തൂങ്ങി മരിക്കാൻ ശ്രമിച്ചതായും അത് പരാജയപ്പെട്ടതോടെ കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായുമാണ് പറയുന്നത്. ഇയാളെ നിലവിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരാവസ്ഥയിലാണ്. ഇപ്പോൾ നില ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും നിഷയുടെ ഇൻക്വസ്റ്റ് കേണിച്ചിറ പോലീസ് നടത്തിയതിനു ശേഷം മാത്രമേ മറ്റ് മരണകാരണമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാടുകൾ ശരീരത്തിനുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ശരീരത്തിലെ കഴുത്തിന്റെ ഭാഗത്ത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുമ്പോൾ കേബിൾ വയർ ഉപയോഗിച്ചാണോ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട്. അത്തരത്തിലൊരു കഴുത്ത് ഭാഗത്ത് കണ്ടതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ശരി, ജോഷിലാണ് വിവരങ്ങൾ നൽകിയത്.